എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ ഫണ്ട് ട്രേഡർ എന്ന് പറയുന്ന പ്രോപ്പ് ഫേംസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇനീഷ്യലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ റൂൾസ് എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നൈറ്റ് ചാലഞ്ചിൻ്റെ റൂൾസാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും ചിന്തിക്കുന്നത് എന്താ പറയുക, സിംഗിൾ ഫേസ് ചാലഞ്ച് ഒറ്റ ഫേസല്ലേ ഉള്ളൂ. സോ പെട്ടെന്ന് നമുക്ക് ചലഞ്ച് പാസ്സായിട്ട് പെട്ടെന്ന് ഒരു ലൈവ് അക്കൗണ്ട് എടുത്ത ശേഷം പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി എല്ലാം പെട്ടെന്ന് ചെയ്യാം, എല്ലാം പെട്ടെന്ന് റെഡിയാവും എന്ന രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഈ ഫേസ് 1 ഫേസ് 2 വെരിഫിക്കേഷൻ എന്ന രീതിയിൽ പോകാതെ ഒറ്റ ചാലഞ്ചിൽ മാത്രം ട്രേഡ് ചെയ്ത് പാസ്സാവണം എന്ന രീതിയിലാണ് ഈ നൈറ്റ് ചാലഞ്ച് കൂടുതൽ പേര് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നൈറ്റ് ചാലഞ്ച് എടുക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ 100% പറയും എടുക്കണ്ട എന്നേ പറയുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കാം നൈറ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ആ ഒരു ചാലഞ്ച് അക്കൗണ്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, നൈറ്റ് ചാലഞ്ചിൻ്റെ ഒരു 5000 എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, നമുക്കത് വലിയ കുഴപ്പമില്ല. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 0 days ആണ്, അതിലും വലിയ ഇഷ്യൂ ഇല്ല. ലിവറേജ് എന്ന് പറയുന്നത് 1:30, നമുക്ക് അതിലൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം നിങ്ങൾ പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ 10% ആണ് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു $5,000 10%, അതായത് $500, $500 നമുക്കിവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ലോസ് എന്ന് പറയുന്നത് 6% ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് $5,000 ഒരു അക്കൗണ്ട് തന്നിട്ട് $300 ലോസ് ആകുമ്പോഴേക്കും നമ്മുടെ എൻ്റയർ ചാലഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത് ബ്രീച്ച് ആവുക, അല്ലെങ്കിൽ റൂള് വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് എത്രത്തോളം നമ്മൾ ചിന്തിക്കണം എന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു $5,000 സാധാരണ ഒരു ബ്രോക്കർ അക്കൗണ്ട് എക്സ്നെസ് പോലെയുള്ള സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു മാക്സിമം ലോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? $5,000 ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു $500 ഒരു അക്കൗണ്ട് നമ്മുടെ സ്വന്തം എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട ആ ഒരു എമൗണ്ട് ആയിരിക്കും, അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. $5,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ വെർച്വലി പറയുന്നെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് $300 ആണ്. ഓക്കെ, അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു റിയാലിറ്റി എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് $5,000 ആണോ അതോ $300 ആണോ? തീർച്ചയായിട്ടും പറയാം $300 അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഇതൊരു മൈൻഡ് ട്രാപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ മൈൻഡിനെ നമ്മൾ $5,000 എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു $5,000 അല്ലെങ്കിൽ $10,000 എന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് മാറിക്കഴിഞ്ഞു. ഒരിക്കലും നമ്മുടെ കയ്യിൽ ഈ ഒരു എമൗണ്ടേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ $300 ഉള്ളൂ. ഓക്കെ, ഈ $300 10% അല്ല ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്, 5,000 10% ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു $300 ആയിട്ട് ചിന്തിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ 300 എത്ര ശതമാനമാണ് $500 എന്ന് പറയുന്നത്? എങ്ങനെ പോയാലും 125% മുകളിൽ കയറിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ $300 എന്താ പറയുക, $500 എത്തണം. നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ 300 എത്ര ശതമാനമാണ് 500 എന്ന് പറഞ്ഞാൽ 167% റിട്ടേൺ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മൾ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,000 ആയിട്ട് ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 5,000 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോട്ട് സൈസ് ഇടുന്നത്. 1 ലോട്ട് ഇടുന്നവരുണ്ടാവും, 2 ലോട്ട് ഇടുന്നവരുണ്ടാവും, 3 ലോട്ട് ഇടുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു $300 നമ്മൾ ഈ 1 ലോട്ടും 2 ലോട്ടും ഇട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് ഇനീഷ്യലി അറിയില്ല.
ബട്ട് ബിസിനസ് ചെയ്യുന്ന അവർക്ക് അറിയാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ചെയ്യുന്നു, നമ്മളെപ്പോലുള്ള ക്ലയൻസ് എന്തൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. സോ ഇവിടെ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 5 മാസത്തിനുള്ളിൽ നമുക്ക് ഈ 100% റിട്ടേൺ അല്ലെങ്കിൽ 150% റിട്ടേൺ എന്ന രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, $5,000 അക്കൗണ്ട് എന്ന രീതിയിൽ നമുക്ക് വെർച്വലി പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് $300 മാത്രമാണ്. ഓക്കെ, നമ്മുടെ മാക്സിമം ലോസ് ആണ് നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിലും ഒരു ട്രേഡ് എടുത്ത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത്. ഒരിക്കലും $5,000 അക്കൗണ്ട് എന്ന രീതിയിലുള്ള ഒരു ലോട്ട് സൈസിലേക്ക് ഇടാതിരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ $10,000 അക്കൗണ്ട് എടുക്കുന്നവർക്ക് അതിൻ്റെ 6% എന്ന് പറയുന്നത് വെറും $600 മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ $300 അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം 4,800 രൂപയോളം നമ്മൾ നൽകുന്നത്, അറൗണ്ട് $60. ഇപ്പോൾ നമ്മുടെ സ്വന്തം ക്യാപിറ്റലാണ്. ഒരു $300 ഇട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു $500 ഇട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡെയിലി ലോസും മാച്ച് ലോസ് എന്ന രീതിയിലുള്ള ആ ഒരു റൂൾസ് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഓൺ ക്യാപിറ്റലാണെങ്കിൽ. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ റൂൾസ് ഈവൻ ചാലഞ്ചിങ് ഫേസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് നൽകുകയാണെങ്കിൽ പോലും നമുക്ക് ആ റൂൾ ബേസ്ഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഓക്കെ, ഇതിൽ അതുപോലെ നോക്കിയാൽ മനസ്സിലാവും ഡെയിലി ലോസ് എന്ന് പറയുന്നത് 3%. അതായത് 300-ൻ്റെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 50% ലോസ് എന്ന രീതിയിലേ വരുള്ളൂ. ബട്ട് 5,000-ൻ്റെ 3% എന്ന് പറയുന്നത് $150. അതായത് നിങ്ങൾ ഒരു ലോട്ടൊക്കെ ഇടുന്ന സമയത്ത് ഈ 150 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ആ ഒരു എമൗണ്ടേ അല്ല. ഓക്കെ, ഒരു ലോട്ടൊക്കെ ഗോൾഡിലോ അല്ലെങ്കിൽ കറൻസി പേസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും $150 എന്ന് പറയുന്നത് 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന രീതിയിലേക്ക് പോകും. ഓക്കെ, ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ചലഞ്ചിങ് ഫേസ് ഇപ്പോൾ സിംഗിൾ ഫേസ് ആണെന്ന് പറഞ്ഞിട്ട് വളരെ ഈസി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൽ വീക്ക്ലി ഹോൾഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂസ് ട്രേഡിങ്ങിനെ കുറിച്ചോ എവിടെയും പറയുന്നില്ല. ഓക്കെ, അത് ഞാൻ ചോദിച്ചില്ല, ബട്ട് ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എവിടെയും അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ല. നൈറ്റ് ചാലഞ്ചിൽ ഓക്കെ, വീക്ക്ലി ഹോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടാവാനുള്ള ചാൻസ് കൂടുതലാണോ അല്ലയോ അതൊന്നും ഇതിൽ പറയുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കണം. ഓക്കെ, ഏതൊരു ചാലഞ്ചിങ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിലും കറക്റ്റായി ചോദിക്കണം. ചിലപ്പോൾ വീക്ക്ലി ഹോൾഡിംഗ് എന്ന് പറയുന്നത് നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങളൊരു വെള്ളിയാഴ്ചയാണ് ഒരു ട്രേഡ് പ്ലേസ് ചെയ്ത് നിങ്ങൾ ശനിയും ഞായറും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. ഓക്കെ, അതൊരു കേസസ് ആണ്. അതുപോലെ ന്യൂസ് ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ അതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു ഫോറക്സ് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏത് ടൈമിലാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ്സ് ബിഫോറും അതുപോലെ 5 മിനിറ്റ്സ് ആഫ്റ്റർ എന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ടൈമിംഗ് ആണ്. ദി ഫണ്ട് ട്രേഡറിൻ്റെ കേസിൽ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 3 മിനിറ്റ് മുമ്പും 3 മിനിറ്റ് ശേഷവും, അതായത് 3 മിനിറ്റ്സ് ബിഫോർ ആൻഡ് 3 മിനിറ്റ്സ് ആഫ്റ്റർ, ഇതിൻ്റെ ഇടയിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ന്യൂസ് ട്രേഡിംഗ് പൊതുവേ അതിൽ പറയുന്നത്. ഇവിടെ ന്യൂസ് ട്രേഡിങ്ങിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു സ്ഥലത്തും കാണിച്ചിട്ടില്ല ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൈറ്റ് ചാലഞ്ചിൽ അങ്ങനെ ഒരു റൂൾസ് എവിടെയും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഡ്രോ ഡൗൺ ടൈപ്പ് റിലേറ്റീവ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രോ ഡൗൺ ടൈപ്പ് 3 ടൈപ്പ് ഓഫ് ഡ്രോ ഡൗൺ ഉണ്ട്. ഓക്കെ, ഒന്ന് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഓർ ഇക്വിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ്. നൈറ്റ് ചാലഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ഡ്രോ ഡൗൺ ടൈപ്പാണ്. അതുപോലെ ചില ചലഞ്ചിങ് അക്കൗണ്ട്സിൽ നോക്കുകയാണെങ്കിൽ ബാലൻസ് മാത്രമായിരിക്കും, ചില അക്കൗണ്ടിൽ ഇക്വിറ്റി ആൻഡ് ബാലൻസ്. ഇങ്ങനെയാണ് ഡ്രോ ഡൗൺ ടൈപ്പ്. ഈ ഡ്രോ ഡൗൺ ടൈപ്പ് എന്തിനാന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റീസെറ്റ് ആവും. ഓക്കെ, മോർണിംഗ് 3:30 ക്യാപിറ്റൽ എല്ലാ ദിവസവും റീസെറ്റ് ആവുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഓർ ബാലൻസ് വിച്ച് എവർ ഈസ് ഹയർ അതായിരിക്കും റീസെറ്റ് ആവുക. ഓക്കെ, ബാലൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ചലഞ്ചിങ് ആണെങ്കിൽ ബാലൻസ് എത്രയാണോ അതായിരിക്കും റീസെറ്റ് ആവുന്നത്. ചിലതിൽ ഇക്വിറ്റി ആൻഡ് ബാലൻസ് വിച്ച് എവർ ഈസ് ഹയർ, അതിലേതെങ്കിലും ഏതാണോ ഹയസ്റ്റ് വാല്യൂ അത് റീസെറ്റ് ആവും. ഓക്കെ, അതുപോലെ റിലേറ്റീവ് എന്ന് പറയുന്നത് ബാലൻസ് ആണോ ഇപ്പോൾ ഇക്വിറ്റി ആണോ അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതിനാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്.
ബാലൻസ് ഇക്വിറ്റീൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട്, അതായത് ഓപ്പൺ പൊസിഷൻ ഒന്നുമില്ലാതെ എല്ലാ പൊസിഷനും ക്ലോസ് ചെയ്ത ശേഷമുള്ള ഒരു എമൗണ്ടിനെയാണ് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ബാലൻസ് പ്രോഫിറ്റും ലോസും എല്ലാം, പ്രോഫിറ്റ് ഒരു 5,000 പ്രോഫിറ്റ് കിട്ടി, ഒരു $100 പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് എന്ന് പറയുന്നത് 5,100 എന്ന രീതിയിലേക്കും നിങ്ങൾ അടുത്ത ഒരു പൊസിഷൻ ഇട്ടു, ആ പൊസിഷൻ നിങ്ങൾക്ക് വീണ്ടും ഒരു $200 ലോസാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 4,900 എന്ന രീതിയിലേക്ക് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ പൊസിഷനിലുള്ള വാല്യൂവിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് പൊസിഷൻസ്, അതായത് എമൗണ്ട് ആഫ്റ്റർ ആൾ ക്ലോസ്ഡ് പൊസിഷൻസ്. ഓക്കെ, ബാലൻസ് എന്ന് പറയുന്നത് എല്ലാ ക്ലോസ്ഡ് പൊസിഷൻസും കഴിഞ്ഞ ശേഷമുള്ള ഒരു ക്യാപിറ്റൽ എമൗണ്ടിനാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബാലൻസ് ആൻഡ് ഇക്വിറ്റി വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും, ബാലൻസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് റീസെറ്റ് ആവും, ഇക്വിറ്റി ആണ് ഹൈ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി റീസെറ്റ് ആവും. ഓക്കെ, അതാണ് ഡെയിലി റീസെറ്റ് എന്ന് പറയുന്നത്. ഡെയിലി റീസെറ്റ് ആവും ക്യാപിറ്റൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്താ പറയുക, ഡെയിലി മാച്ച് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും മാക്സിമം ലോസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന ഡെയിലി ക്യാപിറ്റൽ റീസെറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് മാച്ച് ലോസിനെ കുറിച്ച് നമ്മൾ 6% മാച്ച് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാച്ച് ലോസിൽ വരുന്ന ആ ഒരു പോയിൻ്റ്, അതായത് അവരുടെ സൈറ്റിൽ മാച്ച് ലോസ് എന്ന് പറയുന്നതിന് ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, പക്ഷേ നമ്മളിതാരും വായിച്ച് നോക്കാറില്ല. ഈ മാച്ച് ലോസിൽ പ്രത്യേകം പറയുന്നൊരു സംഭവമാണ് 6% ഓഫ് ഇനീഷ്യൽ ഡെമോ അക്കൗണ്ട് ബാലൻസ് ആണ് കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഇനീഷ്യൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലി തരുന്ന ഒരു ക്യാപിറ്റലാണ്. 5,000 ആണോ 10,000 25,000 ഇതിൽ ഏതാണെങ്കിലും ഇനീഷ്യലി തരുന്ന എമൗണ്ടാണ് ഇത്. ഓക്കെ, ഇതിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന പോലെ 6% ലോസ് ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് $300 ലോസ് ആവാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് ഒരു 5,000 ഒരു പ്രോഫിറ്റ്, ഒരു $250 പ്രോഫിറ്റ് വന്നു, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 5,250 ആയി. നമ്മൾ വിചാരിക്കും ഈ ഒരു ക്യാപിറ്റലിൻ്റെ 6% അല്ലേ അടുത്ത ദിവസത്തെ റീസെറ്റ് ആവുന്നത്, അല്ലെങ്കിൽ 6% മാക്സിമം ലോസ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഓക്കെ, $315 അല്ല. നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യമാണ്. അതായത് ഇനീഷ്യൽ ഡെമോ അക്കൗണ്ട് ബാലൻസ്, അതായത് 5,000 തന്ന 5,000-ൻ്റെ 6%, അതായത് ഇവിടെ $315 അല്ല ലോസ്, ഇവിടെയും $300 ലോസ് ആയാൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. ഓക്കെ, ഇനീഷ്യൽ ഡെമോ അക്കൗണ്ട് ബാലൻസ് ആണ്, ഒരിക്കലും കറണ്ട് ഡെമോ അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡെമോ അക്കൗണ്ട് ബാലൻസ് എന്നല്ല ഇവർ പറയുന്നത്. ഓക്കെ, അത് എല്ലാ ചാലഞ്ചിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 5,000 10,000 അക്കൗണ്ട് എടുത്തു, അതിനുശേഷം നിങ്ങളൊരു $25,000 പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഈ ഒരു 25,000-ൻ്റെ 6% അല്ല. ഓക്കെ, 5,000-ൻ്റെ 6% ആയിട്ടുള്ള $300 തന്നെയാണ്. അപ്പോൾ 25,000 രൂപ നിങ്ങൾ പ്രോഫിറ്റ് ആക്കി നിങ്ങൾ അക്കൗണ്ട് വലിയൊരു സൈസിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരു $300 ലോസ് വന്നാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും, നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. ഓക്കെ, ഇത് ആരും അറിയുന്നില്ല. നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സ് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ $25,000 ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു $50,000 വരെ നമ്മൾ എന്താ പറയുക ട്രേഡ് ചെയ്ത് ആ ഒരു ക്യാപിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ 50,000-ൻ്റെ 6% അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അതായത് 50,000-ൻ്റെ 6% എന്ന് പറയുന്നത് $3,000 ആണ്. ഓക്കെ, ഒരിക്കലും അതല്ല. ഓക്കെ, നിങ്ങൾ $50,000 കൊണ്ടുവന്നാലും $1,00,000 കൊണ്ടുവന്നാലും ആ ഒരു അക്കൗണ്ടിലേക്ക് എത്തിയാൽ പോലും നിങ്ങളുടെ മാച്ച് ലോസ് എന്ന് പറയുന്നത് $300 തന്നെയാണ്. ഓക്കെ, അതിൻ്റെ അപ്പുറമല്ല. സോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മൾ വായിക്കുന്ന സമയത്ത് ഇനീഷ്യൽ ഡെമോ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും $5,000, ആദ്യം $5,000 എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ഈ പറയുന്ന ലൈവ് അക്കൗണ്ടിൽ ഒരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വിഡ്രോ ചെയ്യാതെ ഇങ്ങനെ പ്രോഫിറ്റ് കയറ്റി കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഈ പറയുന്ന പോലെ ഒരു $300 പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. സോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഓക്കെ, ഇനീഷ്യൽ ഡെമോ അക്കൗണ്ട് ബാലൻസിൻ്റെ 6% മാത്രമേ ലോസ് ചെയ്യാൻ പാടുമെന്നാണ്
ഈവൻ ആഫ്റ്റർ ഫേസ് 1ൻ്റെ കാര്യം നമുക്ക് കുഴപ്പമില്ല. ഫേസ് 1 ചാലഞ്ചിങ് ഫേസാണ്. നമുക്ക് വിഡ്രോവലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 10% വന്നാൽ നമുക്ക് ചാലഞ്ച് പാസ്സാവും. പക്ഷേ റിയൽ അക്കൗണ്ടിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക, വിഡ്രോ ചെയ്യാണ്ട് $5,000 എന്ന് പറഞ്ഞത് $10,000 എത്തിച്ചിട്ട് അതിൽ നിന്നൊരു $300 ലോസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ആ ഒരു റൂൾ ബേസ്ഡ് നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എന്താ പറയുക, അതാണ് ട്രാപ്പ് എന്ന് പറയുക. കാരണം ട്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും വേറൊരു ഘടകം നമ്മൾ പറയാം, നമ്മൾ റിലേറ്റീവ് ഡ്രോ ഡൗണിൽ ഞാൻ പറഞ്ഞു 5,000 രൂപേൻ്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് $300 ഉണ്ടാക്കി. സോ $300 എന്ന് പറയുന്നത് 6% ആണ്. ഓക്കെ, നമ്മൾ $300 വിഡ്രോ ചെയ്തു. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു എന്താ പറയുക ലൈവ് അക്കൗണ്ടിൽ നിന്ന് വെറും $300 മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഈ $300 വിഡ്രോ ചെയ്താൽ ഈ റിലേറ്റീവ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഒന്നില്ലെങ്കിൽ നമ്മൾ എൻട്രി എടുത്ത ലോസ് ആവാം. 6% ലോസ് ആയാലും അക്കൗണ്ട് വാഷ് ഔട്ടാണ്. നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ടും 6% കൂടിയാൽ അല്ലെങ്കിൽ 6% എത്തിയാൽ അതും ഈ ഒരു റിലേറ്റീവ് ഡ്രോ ഡൗണിൽ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇവിടെ നിങ്ങൾ വിഡ്രോ ആണ് ചെയ്യുന്നത്, $300 എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യണം. സോ നിങ്ങളുടെ റിലേറ്റീവ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 5,000 അക്കൗണ്ടിൽ നിന്ന് $300 ലോസ് ആയി എന്ന രീതിയിൽ അവർ കാണുള്ളൂ. വിഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഈ റിലേറ്റീവ് ഡ്രോ ഡൗണിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. യുവർ അക്കൗണ്ട് ഈസ് ബ്രീച്ച്ഡ് എന്ന് പറയുന്ന ഒരു മെയിലായിരിക്കും വരിക. ഓക്കെ, ഈ റീസൺ ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. ഈ ഡ്രോ ഡൗൺ ടൈപ്പിൽ റിലേറ്റീവ് ഡ്രോ ഡൗൺ എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് ഇവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തരില്ല. ഓക്കെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ നൈറ്റ് ചാലഞ്ച് അക്കൗണ്ട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. സിമ്പിളായിട്ട് ചോദിച്ചു, ഈ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാപിറ്റൽ എത്രയായിരിക്കും എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും എന്ന രീതിയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കേസ് മതി നമുക്ക് ഈ അക്കൗണ്ട് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത മാസം ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇപ്പോൾ $5,000 ഒരു ക്യാപിറ്റൽ ഉണ്ട്, ഒരു $500 പ്രോഫിറ്റ് ഉണ്ടാക്കി, അത് വിഡ്രോ ചെയ്തു. അതിൻ്റെ അടുത്ത മാസം നമ്മൾ ഈ സെയിം ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യാനല്ലേ ആഗ്രഹിക്കുള്ളൂ. ഇവിടെ വിഡ്രോ ചെയ്ത എമൗണ്ട് പോലും ഈ ലോസിലാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരാളും പറയുന്നില്ല. ഈ റിലേറ്റീവ് ഡ്രോ ഡൗൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലുണ്ടോ അവിടെ എല്ലാം സെയിം ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും. ഓക്കെ, പിന്നീട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ഞാൻ ഈ ഒരു നൈറ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഞാൻ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം 1%, അതായത് ഇപ്പോൾ വിഡ്രോവൽ എന്ന് പറയുന്നത് 7 ഡേയ്സ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആഴ്ചയ്ക്കും 1% മാത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ 1% വിഡ്രോ ചെയ്യൂ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഈവൻ നിങ്ങളിപ്പോൾ 1 മന്താണ് നിങ്ങൾ ഒരു മാസത്തിന് ശേഷമാണ് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മാസത്തേക്ക് നിങ്ങൾ 1%ലേക്ക് കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സോ $5,000 1% എന്ന് പറയുന്നത് ഏകദേശം അറൗണ്ട് $52 മാത്രമാണ്. നമുക്ക് ഈ ഒരു മാസം നമ്മൾ $53, ഏകദേശം ഒരു 4,500 രൂപ മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് നൈറ്റ് ചാലഞ്ചിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഡ്രോബാക്ക് ആണെങ്കിലും ഈ പറയുന്ന റീസെറ്റ് ആണെങ്കിലും മൊത്തത്തിലൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി പറഞ്ഞത് നൈറ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ചാലഞ്ചിങ് ആണെങ്കിൽ പോലും അത് എടുക്കരുത് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എടുത്ത് ചാടി നമ്മൾ ഒരിക്കലും ഈ പറയുന്ന നൈറ്റ് ചാലഞ്ചിലേക്ക് പോകരുത്. ഓക്കെ, ഇതിൽ വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇൻ കേസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ക്ലിയറായി പറയുന്നതാണ്. ഇതിൻ്റെ ബാലൻസ്, അതായത് നൈറ്റ് ചാലഞ്ച് മാത്രമേ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് ഈ പറയുന്ന റോയൽ ചാലഞ്ച്, അതുപോലെ സ്റ്റാൻഡേർഡ് ചാലഞ്ച്, ഇങ്ങനത്തെ ഈ 2 ചാലഞ്ച് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാവും. ഒരുപാട് ലെങ്തി വീഡിയോ ആയി എന്ന് വിചാരിക്കണു. പറയേണ്ട കാര്യങ്ങൾ ക്ലിയറായി പറയാൻ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.